ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ARM വ്ളോഗ്സ്. ഞാൻ ആ ചെമ്മീൻ കൈയൊക്കെ വെച്ച് നോക്കിയത് അതിൻ്റെ സൈസാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നുള്ളത് കൊല്ലത്താണ്. കൊല്ലത്ത് മൺറോത്തുരുത്ത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ഇവിടെയാണ്. ഞാൻ ഈ ചാടിത്തുള്ളി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള തുരുത്ത് മൺറോത്തുരുത്താണല്ലോ, ഐലൻഡാണല്ലോ. അപ്പോൾ ഇവിടെ ഉള്ളവരുടെ മെയിൻ സോഴ്സ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ഫിഷിംഗ് ആണ്. അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഞാൻ തുണി അലക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, ഇങ്ങനെ കൊഞ്ച് ചെമ്മീൻ കെട്ടുന്ന പിടിച്ചിട്ടുണ്ട്, കൊടുക്കുന്നുണ്ട്, നമുക്ക് പോയി വാങ്ങിയിട്ട് വരാം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെയൊക്കെ ചെമ്മീൻ കെട്ടുന്ന ലൈവായിട്ട് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ട് പോയത്. അതാണ് ഞാൻ തുണി അലക്കുന്നതിൻ്റെ ഇടയ്ക്കൊന്ന് പോയതുകൊണ്ടാണ് ഡ്രസ്സൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. അതിന് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അതുകൊണ്ട് മാറാനും പിടിക്കാനും നിന്നില്ല. ആദ്യമേ ചാടിക്കറി ഫ്രണ്ട് കൊഞ്ചെന്ന് കേട്ട ഒരു ഇതിലൊക്കെ ചാടിക്കറി പോയെങ്കിലും പിന്നെയാണ് ഓർത്തത് എനിക്ക് വഴി അറിയില്ലല്ലോ, സ്ഥലം അറിയില്ലല്ലോ. ആൻഡ് നമ്മളവിടെ എത്തി. ഇതാ ഇവിടെയാണ് ചെമ്മീൻ കൊടുക്കുന്നത്. ആ നിൽക്കുന്ന ആൾക്കാർ മൊത്തം വാങ്ങാൻ വന്നവരാണ്. ഇതാണ് ചെമ്മീൻ കെട്ട്. അതിൻ്റെ ഇപ്പുറത്തെ ഒരു കനാല് പോലെ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് വെള്ളം എല്ലാം പമ്പ് ഔട്ട് മോട്ടർ വെച്ചിട്ട് ഇപ്പുറത്തേക്ക് പമ്പ് ചെയ്തിട്ടാണ് ഇതിന്നാണ് ചെമ്മീനെ പിടിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്ര ക്ലിയർ ആവുന്നുണ്ടെന്ന് അറിയില്ല. അതിങ്ങനെ ചാടി പോകുന്നത് കാണാമായിരുന്നു കേട്ടോ. ചെമ്മീൻ ഇങ്ങനെ ചെളിയിൽ ഇങ്ങനെ ചാടി പോകുന്നത് ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. വീഡിയോയിൽ എനിക്ക് അറിയില്ല എത്രത്തോളം വിസിബിൾ ആവുന്നുണ്ടെന്നുള്ളത്. ഞാനിത് വാങ്ങാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അമ്മ ചോദിച്ചെന്ന് ചോദിച്ചപ്പോൾ എന്നോട് അമ്മമ്മ പറഞ്ഞു, പോവാണ്ട ചെമ്മീൻ നീ പോകണ്ട, നീ മോളെന്തിനാ അങ്ങോട്ട് പോകുന്നേ, എന്താ കായലിലാണ് പിടിക്കുന്നത്, എനിക്ക് വെള്ളം വരെയാണ്, കായലിലാണ് ചെമ്മീനെ പിടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ചുമ്മാ പോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കായലിലാണ്. ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇത് ഇങ്ങനെയാണ്. ഓക്കെ, നമ്മളപ്പം ഒരു കിലോ വന്നത് ഒരു 600 റുപ്പീസായിരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം ഇത് ഇവിടുന്ന് ലൈവായിട്ട് പിടിച്ചിട്ട് അത് ജീവനോടെ ആണ് നമുക്ക് തരുന്നത്. അപ്പം ലൈവായിട്ടുള്ള സാധനം ഞാൻ അതിനെ കൊണ്ട് വീട്ടിൽ വന്ന് കവർന്നെടുത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി വെച്ചപ്പോൾ പോലും അതിന് ജീവനുണ്ട്. ഇത് കണ്ടോ, എത്ര വലിയ കൊഞ്ചാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് റേറ്റ് റീസണബിൾ. അപ്പോൾ നമ്മുടെ എറണാകുളത്തൊക്കെ ആണെങ്കിൽ എങ്ങനെ പോയാലും ഇതിന് അത്യാവശ്യം നല്ലൊരു വില പറയും. നല്ലൊരു വില പറയുന്നത് മാത്രമല്ല, ഇത്ര ഫ്രഷായിട്ട് നമുക്ക് കിട്ടത്തുമില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മുടെ നാട്ടിൽ കാണാം ടൈഗർ പ്രോൺസ്, അതുപോലെ മറ്റേ ലോബ്സ്റ്റർ, ഇതൊക്കെ വരുന്നത് എന്തൊരു വിലയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ 600 എനിക്ക് ഭയങ്കര. ഇപ്പൊ കണ്ട അമ്മമ്മയില്ല, ആ അമ്മമ്മയാണ് എന്നോട് പോകണ്ടെന്ന് പറഞ്ഞത്. കണ്ട എന്തൊരു പാവത്താൻ ലുക്ക്. പാവമാണ് കേട്ടോ ആള്, ചുമ്മാ പറഞ്ഞതാണ് മോള് പോകണ്ട എന്നുവെച്ചാൽ അറിയാത്ത സ്ഥലമാണല്ലോ, അങ്ങനെ പോകണ്ടെന്ന് പറഞ്ഞതാ. ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ ഹസ്ബൻഡ് ഒന്ന് ഇതാണ് ഏതാ നമ്മുടെ കൊച്ചിന്ന് ചെമ്മീൻ്റെ ടെറർ ലുക്ക് എടുക്കാൻ ശ്രമിച്ചതാണെന്ന് തോന്നുന്നു. ഞാൻ ചോദിക്കുകയും ചെയ്തായിരുന്നു. ഇതേ ഒരു ചട്ടി നിറയെ ചെമ്മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് 600 രൂപയ്ക്ക്. ആൻഡ് അതിൻ്റെ സൈസ് കണ്ടു. ഈ സൈസാണ് ഞാൻ നേരത്തെയും പിടിച്ച് നോക്കിക്കൊണ്ട്, എൻ്റെ ഒരു കൈപ്പത്തിനേക്കാളും കൂടുതലുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. സ്കൂളിൽ വിശേഷങ്ങളായിട്ട് വരാം. ബൈ ബൈ.